നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പല സിറ്റുവേഷൻസും നിങ്ങൾ പല മീഡിയാസ് വഴി അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സേഫ് ആകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻസ്റ്റാഗ്രാമിൽ തന്നെയുള്ള ചില സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. ഒരു പുതിയതായിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്ന ആ ഒരു 2 ഫാക്ടർ വെരിഫിക്കേഷൻ അതേപോലെ ഒരു സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾ കണ്ടുപിടിച്ചു എങ്കിൽ പോലും നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇത് ഇനേബിൾ ചെയ്തുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു സംഭവം ഇനേബിൾ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യാം. നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോകാം. അപ്പോൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ മെയിൻലി നമുക്ക് 2 മെത്തേഡിൽ ഇനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിവിടെ സെലക്ട് ചെയ്തത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു സെക്യൂരിറ്റി പാസ്വേഡ് പോവുകയും അത് എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് പിന്നീട് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമുക്ക് വരുന്ന ആ ഒരു സീക്രട്ട് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ പാസ്വേഡ് അറിഞ്ഞെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ടെക്സ്റ്റ് വരാനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ കൺഫേം ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ മൊബൈൽ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് കിട്ടത്തുമില്ല, പിന്നീട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. സോ കറക്റ്റ് ആയിട്ടുള്ള കൺഫേം ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഈ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപക്ഷെ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരാളുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ പേരൊക്കെ എൻ്റർ ചെയ്ത് ഒരു പാസ്വേഡായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു കോമ്പിനേഷൻ പല ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, കുത്ത്, കോമ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ്, പെട്ടെന്ന് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. എപ്പോഴും അങ്ങനെ ഒരു പാസ്വേഡ് നമ്മുടെ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം തന്നെ അങ്ങനെയുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പല ബ്രൗസേഴ്സ് വഴിയും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ വഴി സിസ്റ്റം വഴി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ പല സോഷ്യൽ മീഡിയാസിലേക്കും നമ്മൾ ഇതേപോലെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ അവിടെ ചോദിക്കും. ഒരിക്കലും നമ്മുടെ പാസ്വേഡുകൾ, ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെ അല്ല, ഏത് സോഷ്യൽ മീഡിയാസിൻ്റെ ആയാലും പാസ്വേഡുകളൊന്നും ഇതേപോലെ ബ്രൗസറുകളിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പലരും പാസ്വേഡുകൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള പാസ്വേഡ് ആയതുകൊണ്ടും ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഈ പാസ്വേഡ് എല്ലാം അതിലുകൊണ്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ അതും ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. നമ്മുടെ പ്രൈവസി നമ്മൾ മറ്റൊരാൾക്ക് കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുന്ന പരിപാടിയായി പോകും. അപ്പോൾ ഒരു കാരണവശാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ ഒന്നും സഹായം, എന്താ പറയുന്നത്, ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത്. പരമാവധി സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ തന്നെ സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളുമായിട്ട് ഒരു പക്ഷേ ആക്സസ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൈ തട്ടിയൊക്കെ ഒരു പക്ഷേ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുമായിട്ട് നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പല പരസ്യങ്ങൾ കാണും. അപ്പോൾ നമ്മുടെ കൈ തട്ടിയൊക്കെ ഏതെങ്കിലും ഹാഷ്ടാഗ് വഴിയോ എന്തെങ്കിലും നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസുമായിട്ട് നിങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീവോക്ക് ചെയ്യുക. റീവോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട്. നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെക്യൂരിറ്റി ഓപ്ഷനിൽ ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റുമായിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുമായിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റീവോക്ക് ചെയ്യാനായിട്ടും പറ്റും. അടുത്തൊരു സംഭവം ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ്സുകൾ പബ്ലിക്കായിട്ട് എല്ലാ ആൾക്കാർക്കും കാണാണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഫ്രണ്ട്സുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ്സുകളും ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെക്കാനായിട്ട് പറ്റും. ഇത് കൂടുതലും പെൺകുട്ടികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. കൂടുതലും പെൺകുട്ടികൾ ഇങ്ങനെ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെച്ചേക്കുമായിരിക്കും. ഇനി അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെക്കാൻ പറ്റും. പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന അക്കൗണ്ടുകൾക്ക് മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സുകൾ, പോസ്റ്റുകളൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാനായിട്ട് പറ്റും. നേരെ ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സിൽ പോകാം.
സെറ്റിംഗ്സിൽ പ്രൊഫൈൽ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രൈവറ്റ് അക്കൗണ്ട് ഓൺ ആക്കാൻ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെക്കാനായിട്ട് പറ്റും. അടുത്തൊരു ഫീച്ചർ വരുന്നത് നമ്മുടെ പോസ്റ്റുകളിലെ കമന്റിംഗ് സെക്ഷനിലാണ്. അതായത് ഒരുപാട് തരത്തിലുള്ള കമന്റുകൾ, ഇപ്പോൾ നിങ്ങൾ നല്ല ഫോളോവേഴ്സ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള കമന്റ്സുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. പലതരത്തിലുള്ള ആളുകൾ പല രീതിയിൽ കമന്റ്സ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കമന്റ്സുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കമന്റ്സുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണ്ട എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് സെക്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത കമന്റ്സുകൾ ഒരാളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതേപോലെ തന്നെ ഒഫൻസീവ് ആയിട്ടുള്ള കമന്റ്സുകൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചില വാക്കുകൾ, ഇപ്പോൾ ആവശ്യമില്ലാത്ത ചില വാക്കുകൾ, നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ കമന്റ്സിൽ വരുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വാക്കുകൾ ആര് കമന്റ് ചെയ്താലും അത് നമ്മുടെ അക്കൗണ്ടിൽ വരാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഹൈഡ് ഒഫൻസീവ് കമന്റ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ടേൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒഫൻസീവ് കമന്റ്സുകൾ നമ്മുടെ പോസ്റ്റുകൾക്ക് വരത്തില്ല. ഇനി അതുപോലെ തന്നെ മാനുവലി നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന വേർഡ്സുകൾ നമുക്ക് കമന്റ്സിൽ ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ മാനുവൽ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഫിൽട്ടർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വേർഡുള്ള കമന്റ്സുകളാണോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കേണ്ടത്, അങ്ങനെയുള്ള വേർഡുകളും ഇമോജികളും അതുപോലെ ഫ്രേസസും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും കോമയായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കമന്റ്സുകൾ ആരെങ്കിലും നിങ്ങളുടെ പോസ്റ്റുകൾ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ അക്കൗണ്ടിൽ വരത്തില്ല. അപ്പോൾ ഈ ഒരു ഫീച്ചർ എല്ലാവരും ഓർത്ത് വെച്ചേക്കുക. യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. അടുത്തൊരു സംഭവം വളരെ ബേസിക് ആയിട്ടുള്ള ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ബ്ലോക്കിംഗ്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരുടെയെങ്കിലും അക്കൗണ്ട് നമുക്ക് കാണണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമുക്ക് പിന്നീട് അതിലേക്ക് ഒരു കോൺടാക്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഏത് അക്കൗണ്ടാണോ ബ്ലോക്ക് ചെയ്യേണ്ടത് അവിടെ മുകളിലായിട്ടൊരു 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു പക്ഷേ ആ ഒരു യൂസറിനെ നിങ്ങളെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ ആ മെൻഷൻ ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ വരത്തില്ല. നിങ്ങളുടെ യൂസറിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ശല്യം കൂടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമായ തരത്തിലുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നമുക്ക് ആ ഒരു അക്കൗണ്ടും റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമന്റ് നമ്മുടെ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കമന്റും റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇംപേഴ്സണേറ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, പച്ചമലയാളത്തിൽ പറഞ്ഞ ആൾമാറാട്ടം, ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള, അതായത് ഫേക്ക് അക്കൗണ്ട്സ്, അങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതിനെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫോം അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടോട്ടൽ ഇതിനെ പറ്റിയിട്ട് എല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ്, ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് നമുക്ക് കാണാനായിട്ട് താല്പര്യമില്ല, നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടും പറ്റില്ല, നമ്മുടെ അടുത്ത ഒരു സുഹൃത്താണ്, നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടും പറ്റില്ല. പക്ഷേ അത്തരം സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് ആ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അക്കൗണ്ട് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പോസ്റ്റ് ഒന്നും നമ്മുടെ ന്യൂസ് ഫീൽഡിൽ വരത്തില്ല. പ്രത്യേകിച്ച് ആ ഒരു അക്കൗണ്ടിനെ പറ്റിയിട്ട് നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവർക്ക് നമ്മുടെ അക്കൗണ്ട് നോർമലി അവർ കാണുന്ന പോലെ നമ്മുടെ അക്കൗണ്ട് കാണാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറീസ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറീസും ഇതേപോലെ നമുക്ക് ആഗ്രഹമില്ലാത്ത ആൾക്കാരിൽ നിന്നും നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാനായിട്ട്, അതായത് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നേരെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റോറി ഹൈഡ് ചെയ്യണം എന്ന് അവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ തരുന്ന ഈ ഫീച്ചേഴ്സുകളൊക്കെ പരമാവധി എല്ലാവരും അറിഞ്ഞിരിക്കുക. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. സോ അപ്പോൾ മാക്സിമം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ നല്ലൊരു ടെക്നോളജി കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം.